ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അപ്പമാണ്. ഞാൻ അരിപ്പൊടി വെച്ചാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അരിപ്പൊടി വെച്ച് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നമുക്ക് നോക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. 1 കപ്പ് തേങ്ങയുണ്ട്. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. പിന്നെ നമുക്കൊരു ടേബിൾ സ്പൂൺ ഷുഗർ, പിന്നെ ഈസ്റ്റ്, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് കുതിർത്തെടുക്കാം. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് കുതിർത്തെടുക്കണം. ഇനിയിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ മൂടി വെച്ചിരുന്നു. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ആക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നുള്ളൂ. നോക്കിയാൽ നന്നായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി മണിക്കൂറുകളൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനിവിടെ ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. അന്നേരത്തേക്ക് എനിക്ക് നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റാണ് താനും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ അപ്പം ഓരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. നല്ല കോമളകളായിട്ട് നല്ല അപ്പമാണ്. നന്നായിട്ട് പുളിച്ചിട്ടുമുണ്ട് അപ്പം. നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.